രണ്ടാമത്തെ മുക്കലൊക്കെ അടിയിട്ടെന്ന് അറിയലാണ് ഞാൻ. അത് വേറെ കഥ, അവരെ പറ്റി പറയണേ. ഞാൻ അവരെ പറ്റിയല്ല, നമ്മളെ പറ്റിയപ്പോൾ പറഞ്ഞു. നമ്മളേനെ ഇപ്പം നല്ല വേഗം ഒതുക്കണമെങ്കിൽ ധൃതിയിൽ ഒതുക്കും. നമ്മളെ ഒതുവിലിൻ്റെ വെള്ളത്തിലേക്ക് അവരെ വെള്ളത്തിൽ നിന്ന് എത്ര ചാടുന്നത് നമ്മളറിയില്ല. ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്. അതിന് ഇങ്ങനെ ശരിയാവത്തില്ല മുസ്താമലായില്ലേ വെള്ളം തന്ന് കുറച്ച് തന്നെ. അപ്പം ഈ വെള്ളത്തിൽ ചേർന്നത് കലങ്ങാൻ മാത്രം ഉണ്ടോ? പറ്റൂല. ഞാനാ പറഞ്ഞല്ലോ, നേരത്തെ രൂപത്തിലാണ്. ഇപ്പം എന്താവും ഇങ്ങനെ എടുത്തുകൊണ്ട് കൊണ്ടുവരുമ്പോൾ അയക്കണേ ഇങ്ങനെ മറ്റോണ്ടാവും. ഇങ്ങനെ തിങ്ങിയല്ലേ ഒതുക്കണേ. തിങ്ങി ഒതുക്കുമ്പോണ്ടാണ് പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഇനി അയച്ചിട്ട് എവിടെയും ചെന്ന് കാണ്ട് വെള്ളം മുക്കി 4 ഓർ നോക്കണ്ട, അവിടെ ആരുടെയും ഒറ്റുണ്ട്. അപ്പോൾ അതിന് ഈ വെള്ളം വറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് മൂപ്പർ തന്നെ കലക്കിയെടുക്കൽ പിന്നെ എടുക്കേണ്ടി വരും. അതിനൊക്കെണ്ട. അതെ, മറ്റുള്ളവർ തെറിച്ചാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു. ഒന്നാമത് കഴുകി, രണ്ടാമത്തെ കഴുകലാണ് ഈ പ്രശ്നമില്ല. എന്തുകൊണ്ട്? അതെ, വളരെ കറക്റ്റ് ചോദ്യമാണത്. അതായത് നമ്മൾ ഒതുടുത്ത് അപ്പോൾ ഒന്നാമത്തെ വെള്ളം ഇങ്ങോട്ട് പറ്റി, അപ്പോൾ താടി ഉണ്ട്. അപ്പം നമ്മൾ വെള്ളം മുക്കി അങ്ങ് എടുത്തപ്പോൾ താടിമന്ന് തീ കുറ്റിയാലോ. ഇനി ഇതുകൊണ്ട് മുഖം തന്നെയാണല്ലോ നമ്മൾ കഴുകണത്, അതുകൊണ്ട് പ്രശ്നമില്ല. അതല്ല, ഒരു വട്ടച്ച് ഒതുർക്കണുള്ളൂ. ചില ഘട്ടത്തിൽ അങ്ങനെയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ശേഷം പറയുന്നുണ്ട്. പിന്നെ ഫിൽ വാജിബി എന്ന് പറയുന്നുണ്ട്, നിർബന്ധമായിട്ടും. അപ്പോൾ ഒരു വട്ടം മുഖം കഴുകുക, ഒരു വട്ടം കയ്യുക. അങ്ങനെയുള്ളവർക്ക് ഒരു വട്ടം തിരികെ ചാടി ആ വെള്ളം കൊണ്ട് പിന്നെ എന്താ പറ്റില്ല, കയ്യേകാൻ പറ്റില്ല. കാരണം ഒരു വട്ടമാണ്. രണ്ടാം വട്ടം സുന്നത്തിൽ ഉപയോഗിച്ചാണെങ്കിൽ പ്രശ്നമില്ല. അവിടെ മുസ്താമലാവാൻ പോണില്ലാന്ന്. ഇനി മുസ്താമലായ വെള്ളം കൊണ്ടെടുത്ത രണ്ടാമത്തെ കൂലി കിട്ടുമെന്ന്, അത് മറ്റൊരു ചർച്ചയാണ്. ഒക്കെ നീണ്ട ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഒന്നാമത്തേത് അശുദ്ധിയെ ഉയർത്തുന്നതിൽ ഉപയോഗിച്ച വെള്ളം പറ്റൂല. അതുപോലെ തന്നെ എന്ത് പറ്റൂല? നജസിനെ ശുദ്ധിയാക്കുന്നതിൽ ഉപയോഗിച്ച വെള്ളവും പറ്റൂല. നജസിന്റെ ചർച്ച ഒരു വിശാലമായ ചർച്ച ഉണ്ട്. നജസിൽ ഉപയോഗിച്ച വെള്ളം പറ്റുമോ പറ്റൂലേന്ന്, പറ്റണവും പറ്റാത്തൊക്കെ ഉണ്ട് എന്ന്. മുസ്താമലും പറ്റണവും പറ്റാത്തൊക്കെ ഉണ്ട്. അതൊക്കെ വിശദമായി അവിടെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കുറേ നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരട്ടോ, ഇത് നമ്മൾ പഠിക്കുക മാത്രമല്ല, നമ്മളെ വീട്ടുകാർക്കൊക്കെ പകർത്തി കൊടുക്കണം. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഈ നിസ്കാരത്തിൻ്റെ ഷർത്ത് പഠിപ്പിക്കുക, സുന്നത്ത് പഠിപ്പിക്കുക, എത്ര മൂല്യം മിസ്വാക്ക് ചെയ്യുക, അപ്പോൾ ഞങ്ങളപ്പം നിങ്ങൾ പഠിപ്പിക്കണമെന്നല്ല. നമ്മളൊരു കൂട്ടമായ ചർച്ച ഉണ്ടാകുന്നത് ഇത് ഒരുപാട് ആളുകൾ കാണുന്ന കുറേ വിഷയമുണ്ട്. ഒരു സ്ഥലം നജസായാലും എങ്ങനെ ശുദ്ധിയാക്കണം നമ്മളെ മിക്ക പെണ്ണുങ്ങൾക്കും അറിയാത്തൊരവസ്ഥ ഉണ്ട്. അവരാ മപ്പ് കൊണ്ടായിട്ട് 10 വട്ടം തുടക്കും, 101 വട്ടം തുടച്ചാലും ശുദ്ധിയാവില്ല. ഒന്ന് അലക്കണ്ടേ? നമ്മളൊക്കെ ഇട്ടുന്ന വസ്ത്രം അവരല്ലേ അലക്കി തരുന്നത് അല്ലേ? നമ്മൾ മടിയന്മാരാവണ്ട, പറ്റണി നമുക്ക് അലക്കാം. ഇനി നമ്മളെ അലക്കാണ് നിൽക്കുക. ഇപ്പൊ എന്താ വെച്ചാൽ പുഴയിലും കടലിലെല്ലാം കൊണ്ടേയില്ല, ബക്കറ്റിലല്ലേ, ഇതെല്ലാം കൂടെ ബക്കറ്റ് കണ്ട് കൊണ്ടേയിടും. എന്നിട്ട് പിന്നെ ആ ബക്കറ്റ് വെള്ളം മാറി, പിന്നെ അതിലിടും, പിന്നെ ആ ബക്കറ്റ് പിന്നെ അതിലിടും. എന്താ കാര്യമുള്ളത്? നജസിന്റെ ഉള്ള വസ്ത്രത്തെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഇതിൽ വളരെ പ്രധാനമാണ്. ആ ചർച്ചയൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണ് എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. സ്ഥലമാണെങ്കിൽ എങ്ങനെ ഭൂമിയെ 2-3 തരങ്ങളാക്കി തിരിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ, ഇതൊക്കെ അറിയുന്ന തന്നെ പോരാ, നമ്മളെ പരക്കാർക്ക് ഇതൊക്കെ പങ്കുവെച്ചു കൊടുക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നെങ്കിൽ അപ്പോഴല്ല അവർക്ക്, നമ്മളെ പെൺകുട്ടികൾക്ക് ഒരു സ്ഥലം ശുദ്ധിയാക്കാൻ അറിയില്ല എന്ന് പറയാൻ പറ്റൂല. നമുക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയണം. ഇനി എവിടെന്നെങ്കിലും പഠിച്ചു വന്ന് നമ്മളെ ഭാര്യമാരങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർക്ക്. അതിന് നമുക്ക് അറിയണം. ഓലെന്തെങ്കിലും സംശയിച്ചൊക്കെ അത് അറിയില്ല എന്നല്ല പറയേണ്ടത്. അത് നമ്മൾ ചെയ്യണം, ഉസ്താദന്മാരോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് അതിന് മറുപടി കൊടുക്കണം. എനിക്കിപ്പോൾ ഉണ്ടായ സംശയം ഇപ്പം അതാ, ഈ കണ്ട കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്ന് പറയരുത്. അതൊക്കെ അവർ പഠിപ്പിക്കണം. ഞാൻ പലരോടും പറയും, ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കലുണ്ട്. നമ്മളെ ബന്ധപ്പെട്ടാണ് ഞാൻ പലയിടത്തും ചെയ്യല്. ഇപ്പോൾ സ്ത്രീകളൊക്കെ നമ്മളിപ്പോൾ എല്ലാവരോടും ഇങ്ങനെ കയറിക്കയറുന്ന് പറയും. ഞാൻ എൻ്റെ ഭാര്യയോട് അറിയും, തുടച്ച ശരിയായിട്ടില്ല കേട്ടോ, ശരിയില്ല എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കൊടുത്താളെ ശരിക്കും അവർക്കറിയാം, അവരെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് അതിനൊക്കെ അവസരം. നമ്മളെ വീട്ടിലേക്ക് വിളിച്ചാൽ ഒരു മസലക്ക് ഒരു തീരുമാനം കിട്ടണം. ഞങ്ങൾക്ക് അതിന് സൗകര്യം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ മുമ്പ് ഏറ്റൊരു സ്വലാത്ത് മജ്ലിസ് ഉണ്ട് നമ്മളെ പിന്നെ തിണ്ടലത്ത്.
അപ്പം അത് ഒഴിവാക്കാൻ കഴിയില്ല. അവിടെ സ്ഥലത്ത് വെള്ളിയാഴ്ച നടക്കുന്നത്. അപ്പം അതിന് നമ്മളതിനെ ചെല്ലണം എന്ന് പറഞ്ഞാൽ പിന്നെ പറ്റില്ല, അറിയാൻ പറ്റില്ല. പിന്നെ ക്ലാസ് കണ്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആ ആഴ്ചയിൽ ഒരു ദിവസം ദിവസം നടക്കുന്നതാണ് കാര്യമായിട്ട്. അത് വലിയ സന്തോഷത്തിലാണ് അൽഹംദുലില്ലാ. നമുക്കൊരുപാട് ഉന്മേഷം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു മുടക്കാനാവില്ല വിചാരിച്ചിട്ടാ. എന്നാൽ വേഗം വന്നാൽ അങ്ങനെ എടുക്കാൻ വിചാരിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഅയ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു അതൊക്കെ കബൂലാക്കട്ടെ. ഉണ്ടാവും, എല്ലാ ഖൈറും ഉണ്ടാവും. നമ്മൾ പഠിച്ചവരോട് ആത്മാർത്ഥമായി പറഞ്ഞാൽ കിട്ടും കാര്യം. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. നമ്മളെ ഈ വാച്ച് തന്നെ സുഹൃത്ത് സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മകനും അങ്ങനെ വേറെ ബന്ധപ്പെട്ട കുടുംബത്തിൽ പലർക്കും അസുഖബാധിതരായി ഹോസ്പിറ്റലാണ്. അതുപോലെ മഞ്ഞപ്പിത്തം അങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്, പനിയും പടർന്നുകൊണ്ടിരിക്കുക. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലുള്ള ആ കുട്ടികൾക്കൊക്കെ അള്ളാഹു തആല വേഗത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരും ഏതെങ്കിലും നിലയിൽ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അള്ളാഹു പെട്ടെന്ന് സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, അള്ളാഹു തആല ഖൈറായ ജോലി കൊടുക്കട്ടെ. യാത്ര ഉദ്ദേശിച്ചവരുണ്ട്, ഖൈറായ യാത്രയാക്കി കൊടുക്കട്ടെ. ഹോസ്പിറ്റലിൽ അല്ലാതെയൊക്കെ ആയിട്ട് രോഗികളുണ്ട്, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അള്ളാഹു അവരെ നമ്മൾക്കൊക്കെ ഈമാൻ പൂർണ്ണമായും തെളിച്ചമുള്ള ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി ഒരുപാട് ഇന്നും ചായക്കടി ഉണ്ടെന്നവർ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അതുപോലെ ചായ എന്നവർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഖിദ്മത്ത് ചെയ്യണവർ, ഈ മഹത്തായ സംരംഭത്തിലേക്ക് കിതാബ് വെക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു തന്നവർ, നമ്മൾ ഓരോ കാര്യത്തിനും പല നിലയിലും സഹായിക്കണേ എങ്ങനെയെന്ന് പഠിച്ചവനറിയാം. അവരൊക്കെ അള്ളാഹു 10 മടങ്ങ് കൊടുത്ത് വർദ്ധിപ്പിച്ച് കൊടുത്ത് സന്തോഷം നൽകട്ടെ. ഖൈറായ റാഹത്തായ സന്തോഷമുള്ള മാർഗങ്ങളൊക്കെ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. നമുക്കും മരിക്കണം, എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, എവിടെ വെച്ചാൽ മരിക്കുക എന്നറിയില്ല. നല്ല ആളുകളൊക്കെ നല്ല സമയങ്ങളിലാണ് പോയത്. നമുക്കും നല്ലൊരു സമയത്ത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഉത്തമമായൊരു സമയത്ത്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്തു തൗഹീദ് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞ് മരിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു തആല ആഫിയത്തുള്ള സുഹത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആഫിയത്ത് അള്ളാഹു തആല കൊടുക്കട്ടെ. വഫാത്തായി പോയവരുടെ ഖബറൊക്കെ അള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. ഇതിൻ്റെയൊക്കെ മിഥിൽ തവാബ് അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളും ഖബറിലെത്തുമ്പോൾ ഇതൊക്കെ ഒരു വെളിച്ചമായി അള്ളാഹു തആല എത്തിച്ചു തരട്ടെ. നമ്മൾ ലോകത്ത് കണ്ട എല്ലാവരെയും അള്ളാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ.